H-1B വിസയിൽ വീണ്ടും മാറ്റങ്ങൾ വരുത്താൻ ഒരുങ്ങുകയാണ് ഡൊണാൾഡ് ട്രംപ്. നിലവിലെ വിസ ലോട്ടറി സിസ്റ്റം ഒഴിവാക്കി ഉയർന്ന ശമ്പളം ലഭിക്കുന്ന ജോലികളിലേക്ക് മാത്രം ആളുകളെ തെരഞ്ഞെടുക്കാനാണ് നീക്കം. ഉയർന്ന ശമ്പളം ലഭിക്കുന്ന ജോലികൾക്ക് 4 തവണ വരെ വിസ നൽകാനാകുന്ന രീതിയിലാകും മാറ്റം കൊണ്ടുവരിക. കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു. അഭിലാഷ്, കൂടുതൽ ശമ്പളം ലഭിക്കുന്ന ജോലികളിലേക്ക് മാത്രം കൂടുതൽ വിസ നൽകുന്നു എന്ന സമ്പ്രദായത്തിലേക്ക് വരുമ്പോൾ അത് ഇന്ത്യയെ ഏതൊക്കെ തരത്തിൽ ബാധിക്കും? അനുശ്രീ, ഇക്കാര്യത്തിൽ നമുക്കറിയാം H-1B വിസയിൽ 2000 മുതൽ 5000 രൂപ $5000 വരെയായിരുന്ന ഫീസാണ് കഴിഞ്ഞ ആഴ്ച $1 ലക്ഷം ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഉയർത്തിയത്. അതിനുശേഷം ഇപ്പോൾ രണ്ടാമത്തെ ഒരു മാറ്റമാണ് ഇപ്പോൾ H-1B വിസയിൽ കൊണ്ടുവരുന്നത്. അതായത് നിലവിൽ ഒരു ലോട്ടറി സിസ്റ്റമായിരുന്നു. അതായത് അപേക്ഷ അയക്കുന്ന ആളുകളിൽ എല്ലാവരെയും തിരഞ്ഞെടുത്ത് അതിൽ ഓക്കെ ആയിട്ടുള്ളവരെ അമേരിക്കയിലേക്ക് വിസ അനുവദിക്കുന്നു എന്നുള്ളതായിരുന്നു രീതി. അതിന് വീണ്ടും മാറ്റം വരുത്തുന്നു. ആ മാറ്റം എങ്ങനെയെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ശമ്പളം വാർഷികമായി അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ കഴിവുള്ളവരെ മാത്രം തിരഞ്ഞെടുത്ത് അവർക്ക് 4 തവണ വരെ വിസ നൽകുകയും അതേപോലെ താരതമ്യേന കുറഞ്ഞ ശമ്പളം വാങ്ങുന്നവർക്ക്, ആനുവലി കുറഞ്ഞ ശമ്പളം വാങ്ങുന്നവർക്ക് വർഷത്തിൽ ആകെ ഒരു വട്ടം മാത്രം വിസ കൊടുക്കുന്ന രീതിയിലേക്ക് മാറ്റം കൊണ്ടുവരാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ $1.5 ലക്ഷം വാർഷിക വരുമാനം വാങ്ങുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് 4 തവണ വരെ വിസ അനുവദിക്കാൻ പുതിയ ചട്ടം പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു $80,000 വാർഷിക വരുമാനം അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ കഴിവുള്ള ഒരാൾക്ക് ആകെ ഒരു തവണ മാത്രം വിസ അനുവദിക്കുന്ന ഒരു രീതിയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇത് സത്യത്തിൽ അമേരിക്കക്കാരെ സംബന്ധിച്ച്, അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ഉപകാരമുള്ള കാര്യമായിരിക്കും. കാരണം അവിടെ ഇവിടുന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ആളുകൾ അമേരിക്കയിലേക്ക് എത്താത്ത സാഹചര്യത്തിൽ അവിടെ ഉള്ള തദ്ദേശീയർക്ക് സ്വന്തം ജോലി സാധ്യതകൾ കൂടുകയും അവിടുത്തെ തൊഴിലില്ലായ്മ വലിയ രീതിയിൽ പരിഹരിക്കപ്പെടുകയും ചെയ്യും. അവിടുത്തെ കമ്പനികളെ സംബന്ധിച്ച് അത് ഇവിടെ കൊടുക്കുന്ന, അതായത് മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന പോലെ ശമ്പളം കൊടുത്താൽ മതിയാവില്ല എന്നുള്ളത് അവിടുത്തെ വലിയ വലിയ കമ്പനികൾക്കൊരു ബാധ്യതയാണെങ്കിലും അമേരിക്കൻ ജനതയെ സംബന്ധിച്ചും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചും അമേരിക്കക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കിട്ടുന്ന ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ കിടക്കും. ഇത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കറിയാം, H-1B വിസ മൊത്തത്തിൽ അനുവദിക്കുന്നതിൽ അതിൽ 70% ആളുകളും ഇന്ത്യക്കാരാണ് അമേരിക്കയിലേക്ക് പല ജോലികൾക്കായി പോകുന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള ഒരു ഫിൽട്രേഷൻ നടക്കുമ്പോൾ ഏറ്റവും ഉയർന്ന തുകയിൽ മാത്രം ശമ്പളം കിട്ടുന്നവരെ അമേരിക്കയിലേക്ക് മതി, അത്രയും ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം അമേരിക്കയിലേക്ക് മതി എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുമ്പോൾ അത് ഇന്ത്യക്കാരായിരിക്കും കൂടുതൽ ബാധിക്കുക. കാരണം 70% ആളുകൾ അമേരിക്കയിലേക്ക് പോകുന്നത് അത് വളരെ വെട്ടിച്ചുരുക്കപ്പെടും. ബാക്കി ആളുകൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോ ജോലി തേടേണ്ട ഒരു സാഹചര്യം വരും. മാത്രമല്ല, ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്ന ചെറിയ തുകയിലൊക്കെ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ വിസയുടെ കാലാവധി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ പിന്നെ അവർക്ക് അമേരിക്കയിലേക്ക് തിരികെ പോകാൻ പറ്റില്ല, അവർക്ക് വിസ നീട്ടിക്കൊടുക്കില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ $1 ലക്ഷം അടച്ചാൽ പോലും അവർക്ക് തിരികെ അമേരിക്കയിലേക്ക് കയറാൻ കഴിയില്ല. കാരണം അവരുടെ ശമ്പളം അവിടെ കണക്ക് കൂട്ടും, ശമ്പളത്തിൻ്റെ പരിധി കണക്ക് കൂട്ടും. അതിനുശേഷം മാത്രമേ അവരെ അനുവദിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം ട്രംപ് സർക്കാർ തീരുമാനിക്കൂ. ആ രീതിയിലാണ് ഇപ്പോൾ മാറ്റം വരാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരു കരട് ബില്ലാണ്. അത് പാർലമെന്റിൽ അവതരിപ്പിച്ച് ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ടാൽ മാത്രമേ അത് ഒരു നിയമമായി മാറുള്ളൂ. എന്തായാലും ഇത് നിയമമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ പോലും അത് കോടതിയിൽ ഒരുപക്ഷെ ചാലഞ്ച് ചെയ്യപ്പെടാം. എന്തായാലും നിലവിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ച് വലിയ തലവേദനയാകുന്ന രീതിയിലുള്ള നടപടികളാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ നടത്തി വരുന്നത്. അനുശ്രീ, അഭിലാഷ്, അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് എത്തുന്ന ആളുകൾക്ക് തിരിച്ചു പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറയുമ്പോൾ ആ ഒരു പ്രതിസന്ധിയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ, ഒരു പരിഹാരം ഉണ്ടാകാൻ എന്തെങ്കിലും സാധ്യതയുണ്ട്? അനുശ്രീ, ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എസ് ജയശങ്കർ ആയാലും പീയൂഷ് ഗോയലായാലും അമേരിക്കയുമായി വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നു വരികയാണ്. ഈ ചർച്ചകളിൽ എന്തെങ്കിലും ഫലമുണ്ടായാൽ ഒരു പക്ഷേ ഇപ്പോൾ ഇന്ത്യക്കാർക്കൊരു പരിഗണനയോ അല്ലെങ്കിൽ നിലവിൽ വിസ കിട്ടിയവർക്ക് തിരിച്ചു പോകാൻ അല്ലെങ്കിൽ അത് ഒന്നുകൂടെ അനുവദിക്കാൻ എന്തെങ്കിലും ഒരു രീതി അവർ ക്രിയേറ്റ് ചെയ്ത് തരുവാണെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ നമുക്ക് ഇനി ഒരു പ്രതീക്ഷ അർപ്പിക്കേണ്ടതുള്ളൂ. കാരണം ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് ദേശീയതയെ മുറുകെ പിടിക്കുന്ന
ആഗ്രഹിക്കുന്ന ഒരു പ്രസിഡന്റാണ്. അവർക്ക് സ്വന്തം രാജ്യത്തെ ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു നിലപാട് മാത്രമാണ്. അതിനപ്പുറം മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധം, മറ്റു രാജ്യങ്ങളിലെ പൗരന്മാരെ പരിഗണിക്കുന്ന ഒരു നിലപാട് ഡൊണാൾഡ് ട്രംപിനില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ രീതിയിൽ എന്തെങ്കിലും ഒരു ഇളവ് ഇന്ത്യക്കാർക്ക് മാത്രമായി പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് കരുതാൻ വയ്യ. പക്ഷേ ഇന്ത്യയും ഡൊണാൾഡ് ട്രംപും അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം വളരെ അടുത്തതാണ്. ആ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് എന്തെങ്കിലും രീതിയിൽ ഇന്ത്യക്കാർക്ക് ഒരു പ്രത്യേക കരുതൽ കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കരുതാൻ വയ്യ. എന്തായാലും നയതന്ത്രപരമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാണിജ്യപരമായിട്ടുള്ള അതുപോലെ H-1B വിസയിലായാലും മറ്റു താരിഫ് യുദ്ധത്തിലായാലും ഒരുപാട് കാര്യങ്ങളിൽ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള വിള്ളൽ, ഇപ്പോൾ ഉള്ള ബന്ധത്തിൽ ഒരു വിള്ളൽ ഉണ്ടായിരിക്കുന്നു. ആ വിള്ളൽ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. ആ ചർച്ചകളിൽ എന്തായാലും H-1B വിസയുമായിട്ടുള്ള കാര്യങ്ങളും ഇടം പിടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു ചർച്ചയിൽ എന്തെങ്കിലും രീതിയിൽ ഒരു ഇന്ത്യക്കാർക്ക് ഒരു ഇളവ് കിട്ടുമോ എന്ന് നമുക്ക് പ്രത്യാശിക്കാൻ കഴിയില്ല. എങ്കിലും നമുക്കങ്ങനെ ഒരുപക്ഷെ ഉണ്ടായേക്കാം. അത്രേ ഉള്ളൂ അനുശ്രീ. ശരി, H-1B വിസയിൽ വീണ്ടും മാറ്റങ്ങൾ വരുത്താൻ ഡൊണാൾഡ് ട്രംപ് ഒരുങ്ങുന്നുവെന്ന വിവരമാണ് പുറത്തുവരുന്നത്. നിലവിലെ ലോട്ടറി സിസ്റ്റം ഒഴിവാക്കി ഉയർന്ന ശമ്പളം ലഭിക്കുന്ന ജോലികളിലേക്ക് മാത്രം ആളുകളെ തെരഞ്ഞെടുക്കാനാണ് നീക്കം. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അഭിലാഷ് രാധാകൃഷ്ണനാണ്.